ഭൂതത്താങ്കട്ടിലേക്ക് പോവാ കേട്ടോ. ഒരു സൈക്ലിംഗ് ആണ് ഇത്. എല്ലാവരും ഉണ്ട്, നമ്മളെ സുഹൃത്തുക്കൾ. ഹായ്, എല്ലാവരും സൈക്കിളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും സൈക്ലിംഗ് ആട്ടോ, എല്ലാവരും സൈക്കിൾ. ഇത് അജയ്, ഇതുള്ള ഇന്റിമേറ്റ് ഫ്രണ്ടാണ് കേട്ടോ. അജയ് ഇത് കീഴിലെത്തുന്ന സൈക്കിൾ ചവിട്ടി ഇത് ഞങ്ങൾ കോതമംഗലം എത്തിയിരിക്കുക കേട്ടോ. ഞങ്ങളെ ഭൂതത്താങ്കട്ട് ഒരു യാത്ര, ഞങ്ങൾ 8 പേരുണ്ട്. കോതമംഗലം ബൈപ്പാസിലൂടെ പറന്നു പോവാണ് കേട്ടോ. ഭൂതത്താങ്കട്ട് ഞങ്ങളിവിടെ ഇങ്ങനെ ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തി. ഒരു ടീം അങ്ങ് മുന്നോട്ട് പോയി. രാജു, ഈ യാത്രയെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? സൂപ്പർ സൂപ്പർ, അടിപൊളി. ഇത് നമ്മുടെ രതീഷ് കേട്ടോ. അടിപൊളി യാത്രയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇത് ഉറക്കത്തിൽ നിന്നാണ് നമ്മൾ ഈ സമയം എടുക്കേണ്ടത്. അതെ അതെ, എല്ലാവരും കിടന്ന് ഇന്ന് അർത്താരാന്ന് പറഞ്ഞ് കിടന്ന് ഉറങ്ങിയിട്ട് കാര്യമില്ല. ശരീരത്തിന് എന്തെങ്കിലും അരമണിക്കൂർ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. അതന്നെ, അതാണ്. ഞങ്ങൾ ഭൂതത്താങ്കട്ടിൽ എത്തിക്കഴിഞ്ഞു. ഹായ് ഹായ്. ഭൂതത്താങ്കട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഇതുണ്ടല്ലോ, ഇതെല്ലാം ജീവിതത്തിൽ ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കണം. വ്യായാമത്തിനല്ലേ സൈക്കിൾ. ഞാനൊരു 5-8 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, സൈക്കിളിൽ ഇവിടെ വന്നിട്ടുണ്ട്. ിലേക്കുള്ള പാതയാണ്. ഞങ്ങൾ ഇവിടം വരെ തട്ടക്കാട് വരെ ഞങ്ങൾ സൈക്ലിങ് ചെയ്തു. അത്
അത് നമ്മുടെ ടീമുകളായിട്ട് ഞങ്ങളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഓരോരുത്തർ ഓടി വരുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ നടന്നു ഓടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയാണ്. എങ്ങനെയുണ്ട് ചോദിച്ചേട്ടാ? നല്ലൊരു പോലെ എങ്ങനെയുണ്ട്? നമ്മൾ തട്ടക്കാട് വരെ സൈക്കിളെ വന്നു, അത് കഴിഞ്ഞ് ഈ ഓട്ടം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഹാപ്പിയല്ലേ? ആ, അടിപൊളി. ആയി സൂപ്പർ അനുഭവം. ഇങ്ങനെയൊക്കെ വേണം. അതാണ് വേണ്ടത്. പാര ഇറക്കി വെക്കാൻ ഇതൊക്കെ ചെയ്തേ പറ്റും. നമ്മൾ ഒരാഴ്ച ജോലി അല്ല, ഒരു മാസം ജോലി ചെയ്ത് കഴിയുമ്പോൾ ഒരു എൻജോയ്മെന്റ് വേണം, ഒന്ന് ഫ്രീ ആണ് അല്ലേ? സൂപ്പർ. ഈ ക്ലൈമറ്റ്, ഈ ഫോറസ്റ്റിന്റെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ 7-8 മണി ആയാലും നമുക്ക് ഓടാൻ തോന്നും. അതെ. ഇതാണ്, ഇത് ഫോറസ്റ്റ് ഏരിയ ആണ്. എന്ത് രസം നോക്കിയോ. ഇത് ഇടമലയാറ് പൂതത്തങ്ങട്ട് റോഡാണ് കേട്ടോ. രണ്ട് സൈഡും നിബിഡമായ വനങ്ങളാണ്. ആനയുണ്ടെന്ന് പറയുന്നു, എന്നാലും ഞങ്ങൾ ശ്രദ്ധിച്ചാൽ പോയത്, കുഴപ്പമൊന്നുണ്ടായില്ല. ഇതെല്ലാവരും ഞങ്ങളൊന്ന് ഓടിക്കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഞങ്ങളുടെ ജോയിച്ചേട്ടൻ കേട്ടോ, ഞങ്ങളുടെ സീനിയർ, ഞങ്ങളുടെ ലീഡറാണ് ജോയിച്ചേട്ടൻ. ജോയിച്ചേട്ടനാണ് നമുക്ക്, അല്ല ജോയിച്ചേട്ടൻ, അല്ല ജോയിച്ചേട്ടാ, എന്താണെങ്കിലും പ്രായമൊന്നുമല്ല, നമ്മുടെ മനസ്സാ അല്ലേ? ജോയിച്ചേട്ടൻ 25 കിലോമീറ്റർ മുകളിൽ ഓടുന്ന ഒരാളാണ്. അപ്പൊ ഞങ്ങൾക്ക് ജോയിച്ചേട്ടനാണ് ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ. തട്ടേക്കാടാണ്. ഞങ്ങൾ പൂതത്താങ്കട്ട് ചെന്നിട്ട് അവിടുന്ന് തട്ടേക്കാട് വന്ന് സൈക്കിളുമായിട്ട് ഇങ്ങനെ വന്ന് തട്ടേക്കാട് പാലത്തെ കയറിയത് നമ്മുടെ അജയ്, ജയേഷ്, രാജു, ഇത് നമ്മുടെ രതീഷ് എത്തിക്കഴിഞ്ഞു. ഇത് അനോജ്, രാജു, എല്ലാ ടീമും എത്തി. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെയുള്ള യാത്രയാണ്.
ഫോറസ്റ്റ് അതിരിച്ചിരിക്കുന്ന കല്ലാണ്. ഞങ്ങൾ തട്ടേക്കാടും പൂത്തത്താങ്കട്ടൊക്കെ പോയി യാത്ര ചെയ്ത് ഞങ്ങൾ എല്ലാവരും എത്തിയിരിക്കുകയാണ്. വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ വന്നു. നമുക്ക് എത്ര മണിക്കൂർ നമ്മൾ ഞങ്ങൾ 5 മണിക്ക് പോയതാണ്. പക്ഷേ ഞങ്ങൾ തട്ടേക്കാട് പോയി അവിടെ കുറച്ച് ഫ്രീ ആയിട്ട് എല്ലാ സ്ഥലങ്ങളും കണ്ടു. അതുപോലെ തട്ടേക്കാടും പോയി നമ്മൾ 8 മണിക്കൂർ ഞങ്ങൾ യാത്ര ചെയ്തു. വളരെ ഹാപ്പി ആയിട്ട് സൈക്കിളിൽ. ഇത് എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. കാരണം സൈക്കിൾ നമ്മൾ കാറിൽ പോകുന്നവരല്ല, സൈക്കിൾ എടുത്ത് കൂട്ടുകാരൊക്കെ ഒത്ത് അടിച്ചു പൊളിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ കൂട്ടുകാരെ. അടിപൊളിയാണ്. ഞങ്ങൾ ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു. ഇത് എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ, വെക്കേഷൻ ടൂർ പോലെ. ഓക്കെ.